ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാലാവസ്ഥകൾ വളരെ പെട്ടെന്നാണ് മാറി മറിയുന്നത് എന്നത് നമുക്കറിയാം. ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായി അതിശക്തമായ നിലയിൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ വളരെ നേരിയ തോതിൽ മാത്രമേ മഴ വർഷിക്കുന്നുള്ളൂ. വെയിലും മഴയുമായി മാറി മാറി ഉണ്ടാകുന്നതും നാം കാണുകയാണ്. ഇതൊക്കെ ഒരു പ്രതിഭാസമാണ്, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിൽ സൂറത്ത് മുഅ്മിനൂനിൽ ആ ഭാഗം പരാമർശിച്ചിട്ടുണ്ട്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, നാം ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചിട്ടുണ്ട്. ബിഖദരിൻ, അത് അതിൻ്റെ തോതനുസരിച്ച്, കണക്കനുസരിച്ച് കൊണ്ടാണ് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത്. എന്നിട്ട് ഫഅസ്കന്നാഹു ഫിൽ അർദ്, ആ മഴവെള്ളത്തെ അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ അള്ളാഹു വെള്ളം നിക്ഷേപിക്കുന്നത്? കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ്. അതിലൂടെ ധാരാളമായി ഫലങ്ങൾ ഉണ്ടാകുന്നു, പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് വമിൻഹാ തഅ്കുലൂൻ, നിങ്ങൾ ആ പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായി അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ തീരുമാനമനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് നാം നോക്കിക്കാണേണ്ടത്. ഇതൊക്കെ അള്ളാഹു അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിന് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ഏറെ ബഹുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു വർഗം, ഒരു വിഭാഗം എന്ന നിലയിൽ മനുഷ്യവർഗത്തിന് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണിയാൽ തീരാത്തത്ര, തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു മനുഷ്യനെ
മനുഷ്യവർഗത്തിന് അനുഗ്രഹീതമായ ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്നതും അതേപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങളും ഇതൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനങ്ങൾ പ്രകാരമാണെന്ന വിശ്വാസമാണ് നാം നിലനിർത്തേണ്ടത്. അതോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണെന്ന്. കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മനുഷ്യ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ദുഃഖവും സന്തോഷവും സമ്മിശ്രമായ ഒരു ജീവിതമാണ് മനുഷ്യനല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കെടുതികളും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാകൂ എന്നതും ഇതെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്നതാണ് മനുഷ്യ ജീവിതം എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇത് വെറുതെ പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സൂറത്തുൽ ബഖറയിൽ വളരെ കൃത്യമായി അല്ലാഹു തആല മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പലതുകൊണ്ടും ബിശൈഇൻ, പലതുകൊണ്ടും. അത് മിനൽ ഖൗഫി, ഒരു പക്ഷേ ഭയം തന്നുകൊണ്ടാകാം, പേടിപ്പെടുത്തിയിട്ടാകാം. ഒരു ശക്തമായ മഴ വരുമ്പോൾ, ശക്തമായ കാറ്റ് വീശുമ്പോൾ നാം ഭയപ്പെടുകയാണ്. എന്താണ് ഇവരെ സംഭവിക്കുന്നത് എന്നറിയാതെ നട്ടം തിരിയുകയാണ്. ആ നിലക്ക് ഭയപ്പാട് നൽകിയിട്ട്, പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഭയം നൽകിയിട്ട്, പേടിപ്പെടുത്തലുകളിലൂടെ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്ന് പറയുന്നത് വൽ ജൂഇ, വിശപ്പ്, പട്ടിണി മൂലം അള്ളാഹു പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തിക രംഗത്തെ മാന്ദ്യം. അതേത് സന്ദർഭത്തിൽ എങ്ങനെയാണ് എപ്പോഴാണ് നമുക്ക് അത് കണക്ക് കൂട്ടാൻ കഴിയില്ല. അങ്ങനെ സാമ്പത്തികമായ മാന്ദ്യം അത് നൽകിക്കൊണ്ട് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും. രാജ്യത്തെ, രാഷ്ട്രങ്ങളെ അള്ളാഹു പരീക്ഷിക്കും. അതേപോലെ തന്നെ വൽ അൻഫുസി വസ്സമറാത്ത്, ദേഹവിയോഗം. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പലരും ഒരു പക്ഷേ നമ്മളോട് നമ്മളറിയാതെ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുന്നവരുണ്ട്. ഇവിടെ പ്രായം നോക്കിയിട്ടാണോ ആളുകൾ ഇന്ന് മരണപ്പെടുന്നത്? അങ്ങനെ ഒരിക്കലും ഇല്ല. ഏത് സന്ദർഭത്തിലാണ് അള്ളാഹു തിരിച്ചു വിളിക്കുന്നത്, ആ സന്ദർഭത്തിൽ പോകാൻ ഞാനും നിങ്ങളുമൊക്കെ റെഡിയായി നിൽക്കുക എന്നതിനപ്പുറം നമ്മൾ ഉറച്ചു നിൽക്കുക എന്നതല്ലാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയുമില്ല. അപ്പൊ ദേഹവിയോഗം മൂലം അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും. അതേപോലെ തന്നെ വസ്സമറാത്ത്, നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പ്രകൃതി ദുരന്തം വന്നപ്പോ പലരുടെയും കൃഷികളൊക്കെ നശിച്ചു. ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഉണ്ടാകുമെന്നും ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുമെന്നും അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് എത്തുന്നില്ല. നമ്മൾ അള്ളാഹുവിനെ പഴിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ തർക്കം നടത്തുകയാണ്. അള്ളാഹുവിന് എന്താ ഒരു തീരുമാനമെടുത്തുകൂടെ? എന്തിനാണ് റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഏതെല്ലാം വിധത്തിലുള്ള സംസാരങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അപ്പം അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കം നടത്തരുത്. അള്ളാഹുവിന്റെ തീരുമാനത്തെക്കുറിച്ചോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ നമ്മൾ തർക്കം നടത്തിയാൽ നമ്മൾക്ക് ദുനിയാവും ആഖിറവും നഷ്ടമാകും എന്ന് റബ്ബ് അവന്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അള്ളാഹുവിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്
മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് നമ്മളൊക്കെ അറച്ചു പോകുന്ന അല്ലെങ്കിൽ വല്ലാതെ വിഷമിച്ചു പോകുന്ന രീതിയിലാണ് ചില ആളുകൾ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ പ്രവാചകന്മാരെ കുറിച്ചോ മാർഗദർശനം നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ തർക്കകുതർക്കങ്ങൾ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ കാര്യങ്ങളും അവന്റെ തീരുമാനമനുസരിച്ചാണ്. കുൻ ഫയകൂൻ, ഉണ്ടാകണമെന്ന് അള്ളാഹു വിചാരിച്ചാൽ അത് ഉണ്ടായിത്തീരും. അത് തടഞ്ഞു നിർത്താൻ, അത് തടയാൻ, അത് ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു നൽകിയതിനെ തടയാൻ ആർക്കാണ് കഴിയുക? അള്ളാഹു വേണ്ടെന്ന് വെച്ചതിനെ തിരിച്ചു തരാൻ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധ്യമല്ല, അള്ളാഹുവിനല്ലാതെ. ഈ ഒരു അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് വിശ്വാസികൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അപ്പോ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സുഖസന്തോഷ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. ഇങ്ങനെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും കഴിയുന്നവരിൽ തന്നെ ചില ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തം മുഖേന പ്രയാസപ്പെടാറുണ്ട്. വെള്ളം ഒരിക്കലും എന്റെ ഓരത്തേക്ക്, എന്റെ വീടിന്റെ ഭാഗത്തേക്ക് വരില്ല എന്ന് തീരുമാനിച്ച പലരും, അവരൊക്കെയും ഈ വെള്ളത്തിന്റെ വരവ് കണ്ടപ്പം ഞെട്ടിപ്പോയത് ഇന്ന് കേരള സമൂഹം മനസ്സിലാക്കിയതാണ്. ഇത് ഞാനും നിങ്ങളും തീരുമാനിക്കുന്നതല്ല. അള്ളാഹുവിൽ നിന്ന് വരുന്ന ഈ തീരുമാനം അത് എവിടേക്ക് എത്തണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. വരില്ല, അത് എന്റെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയാൻ, എന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരധികാരവുമില്ല. അതുകൊണ്ട് സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് തന്നെ പെട്ടെന്ന് ഈ ഒരവസ്ഥ ദുഃഖകരമായ പ്രയാസകരമായ അവസ്ഥകൾ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്, ദുരിതത്തിലകപ്പെട്ട ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ നിശബ്ദത കൈവിടണം. നമ്മൾ നിശബ്ദരായിരിക്കുകയല്ല വേണ്ടത്. അത്തരത്തിലുള്ള ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനും അവരുടെ കണ്ണീര് തുടച്ചു കൊടുക്കാനും അവരെ ചേർത്തു പിടിക്കാനും സാമ്പത്തികമായി ശാരീരികമായി സേവനങ്ങൾ ചെയ്യാനുമുള്ള ഒരു മനക്കരുത്ത് അത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട കാര്യം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതും. അപ്പൊ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസിയുടെ മഹത്വം, അതിലെ മഹത്വത്തെ പരിഗണിക്കുന്നത് അവന്റെ സമ്പത്താണോ? അവൻ സാമ്പത്തികമായ എത്രയോ ഉന്നതിയിലാണ് എന്നതുകൊണ്ട് അവന്റെ മഹത്വം വിളിച്ചു പറയുമോ? അങ്ങനെ ഒരിക്കലുമില്ല. സ്ഥാനമാനങ്ങൾക്ക് വല്ല സ്ഥാനവുമുണ്ടോ? ഒരു വിശ്വാസിയുടെ മഹത്വത്തിന് സമ്പത്തോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ മറ്റേതെങ്കിലും ഭൗതികമായ ഘടകങ്ങളോ ഒന്നുമല്ല. മറിച്ച് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ എത്രത്തോളം കൈത്താങ്ങാകാൻ, എത്രത്തോളം ചേർത്തുപിടിക്കാൻ ഒരാൾക്ക് കഴിയുമോ അതാണ് ഒരു വിശ്വാസിയുടെ, അവന്റെ വിശ്വാസത്തിന്റെ മഹത്വം, അവനെ മഹത്വവൽക്കരിക്കപ്പെടുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വിശ്വാസി വരേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള വസ്തുത എന്താ? വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ, സത്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സഹായം ചെയ്യണം, പരസ്പരം സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അക്രമത്തിന്റെ തിന്മയുടെ മേഖലകളിൽ നിങ്ങൾ സഹായിക്കേണ്ടതില്ല. എന്നാൽ നന്മയുടെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സഹകരിക്കണം.
പരസ്പരം സഹായിക്കണം, അവിടെ നമ്മൾ നിശബ്ദത കൈവിടണം, വെടിയണം എന്ന കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ നടത്തുന്നത്. അതുകൊണ്ട് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, ഒരു ദുരന്തമുഖം, ഒരു പ്രയാസമായ ഒരവസ്ഥ നമ്മുടെ പ്രദേശത്ത് ഒരു വീട്ടിലുണ്ടായാൽ, നമ്മുടെ സ്നേഹിതന്മാർക്കുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നന്മകളുടെ കൈത്തിരിയുമായി, സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ തിരികളുമായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവിടെ ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി അതിലേക്ക് കടന്നു വരാൻ നമ്മൾക്ക് കഴിയണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകിയ നിർദ്ദേശവും അത് തന്നെയായിരുന്നു. കഴിഞ്ഞകാല പ്രവാചകന്മാർക്കൊക്കെയും അല്ലാഹു പറയാ, നാം ആ പ്രവാചകന്മാർക്കൊക്കെ നാം ബോധനം നൽകിയിട്ടുണ്ട്. നന്മകളുടെ പ്രവർത്തനം, നന്മ ചെയ്യണം, നന്മ ചെയ്യണം എന്ന് ഉപദേശിക്കാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നുപോയിട്ടില്ല. സച്ചരിതരായ ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിച്ചെടുത്ത പരിശുദ്ധ ഖുർആനിൽ കാണാം, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നല്ലവർ, നല്ല മനുഷ്യർ, മുഅ്മിനുകൾ, മുത്തഖികൾ എന്ന് പറഞ്ഞാൽ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ മാർഗത്തിൽ അവർ മത്സരം കാണിക്കുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ മുൻകടന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവിടെ നമ്മൾ ജാതി നോക്കേണ്ടതില്ല, മതത്തിന്റെ നിറം നോക്കേണ്ടതില്ല, കുടുംബത്തിന്റെ ഏതെങ്കിലും നിരക്കുള്ള എന്തെങ്കിലും വിശേഷത അവിടെ പരിഗണിക്കേണ്ടതില്ല. മറിച്ച് മനുഷ്യനാണോ എങ്കിൽ മനുഷ്യനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അത് നിർവഹിക്കണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര നിഅമത്തുകളുണ്ട്, മഹത്തായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആ അനുഗ്രഹങ്ങളെ പങ്കുവെച്ചാൽ കിട്ടാൻ പോകുന്നത് എന്താ? നമ്മളിങ്ങനെ സ്വന്തം കാര്യം നോക്കി നടന്നാ മതിയോ? ഞാനും എന്റെ കെട്ടിയോളും, ഞാനും എന്റെ കുടുംബവും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാ മതിയോ? ഖുർആൻ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അല്ല. അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ ഏതുമാകട്ടെ, അത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പങ്ക് മറ്റുള്ളവർക്ക് കൂടി അത് നൽകാനുള്ള നല്ല ഒരു ബുദ്ധിയും വിവേകവും തന്റേടവും കാണിക്കണമെന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താലോ അവരാണ് വിജയികൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ലാകിനിർ റസൂൽ, എന്നാൽ പക്ഷേ റസൂൽ വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളും, അവർ ജാഹദു ബിഅംവാലിഹിം, അവർ അവരുടെ സമ്പത്ത് കൊണ്ട് ധർമ്മസമരം നടത്തുന്നു. വഅൻഫുസിഹിം, അവരുടെ ആരോഗ്യം ശരീരം കൊണ്ടും. അപ്പൊ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ഏതുകൊണ്ടാണോ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ മാർഗത്തിൽ ധർമ്മമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉലൈക ലഹുമുൽ ഖൈറാത്ത്, അവർക്കാകുന്നു എല്ലാ നന്മകളും. മാത്രമല്ല വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം വരിച്ചവരാണ്. സർട്ടിഫിക്കറ്റ് ആരാണ് വിജയം വരിച്ചവർ എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇവിടെയാണ് വിശ്വാസികൾ നിൽക്കേണ്ടത്. നന്മയുടെ ഭാഗത്ത് നിൽക്കണം, തിന്മയുടെ ഭാഗത്തല്ല. തിന്മകൾക്കെതിരിൽ നന്മകൾക്ക് അനുകൂലമായി ശക്തമായ ഇടപെടലുകൾ, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ, ശുക്ർ ചെയ്താൽ, അല്ലാഹു പറയുന്നു വഇതഅദ്ദന റബ്ബുക്കും, നിങ്ങളോട് നിങ്ങളെ റബ്ബിത വിളംബരം ചെയ്യുന്നു. ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ കാണിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ നന്ദി കാണിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ? ലഅസീദന്നകും, നാം നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരും. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്, ഒരു സംശയവുമില്ല. എന്നാൽ വലഇൻ കഫർതും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയത് ചെലവഴിക്കാതെ
കെട്ടിപ്പൂട്ടി വെക്കുകയും അതേപോലെ നിഷേധത്തിന്റെ വഴിയിലൂടെയാണ് നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹ് പറയുന്നു ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അത് കഠോരമായിരിക്കും എന്ന താക്കീതാണ് അല്ലാഹു തആല ഈ വിഷയത്തിൽ. ഈ നിലക്ക് അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുണ്ടാവുകയും മാറി മാറി വരുന്ന നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇടപെടേണ്ട മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് മാന്യമായ ഇസ്ലാം എന്ന് പറയുന്നത് അത് മാന്യതയുടെ അഭിമാനത്തിന്റെ വിഷയങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അൽ മുഅ്മിനു ഇസ്സുൻ കരീം, അവൻ മാന്യനായിരിക്കും, അവൻ പ്രതാപവാനായിരിക്കും. ആ നിലക്ക് മാന്യതയോടുകൂടി ജീവിക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. ആ നിലക്ക് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ ആ നിലക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഈ ദേശത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മഹല്ലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കുടുംബ ഗ്രൂപ്പുകളിലും ഇതുപോലെ ആളുകളിലുള്ള സംസാരങ്ങളിലൊക്കെ നിഴലിച്ച് നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പണ്ടൊക്കെ നമ്മൾ സാധാരണ സംസാരിക്കാറും പ്രസംഗിക്കാറും ഒക്കെ ഉണ്ട്. അയൽപ്പക്കം ബന്ധം ഇന്നില്ല, അത് കുറഞ്ഞു പോയി, വലിയ വലിയ മതിൽക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി പരസ്പരം ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഒരു വീട്ടിനകത്ത് പോലും ഈ ബന്ധം നഷ്ടപ്പെടുന്നു എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ഒരു റൂമിലുള്ളവർ തൊട്ടടുത്ത റൂമിലെ കഥകൾ അറിയുന്നില്ല. നമ്മുടെ സ്വന്തം മക്കൾ അവരെന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അവരെന്തിനാണ് ഒറ്റക്ക് അവരുടെ റൂം എന്തിനാണ് കുറ്റിയിടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അടച്ചുപൂട്ടുന്നത്, നമ്മളാരും ചോദിക്കുന്നില്ല. അത് ഒന്ന്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. വീട്ടിൽ തന്നെ ഉള്ള 3-4 പേരാ ഉള്ളതെങ്കിൽ 4 പേരും മുഖത്തോട് മുഖം നോക്കി ആരും ഒരു കാര്യം സംസാരിക്കുന്നില്ല. ബാപ്പ ഒരു വശത്ത്, ഉമ്മ മറ്റൊരു വശത്ത്, മക്കൾ വേറെ ഒരു വശത്ത്, ഒരു വിഷയവും പരസ്പരം അറിയുന്നില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ സൗകര്യാനുസൃതം റൂമിൽ പോകുന്നു, അവർ ഡോറ് ലോക്ക് ചെയ്യുന്നു, അവരുടെ ഇഷ്ടാനുസരണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വിഷയത്തിൽ ഒന്ന് ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത റൂമിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ആ മരണം ഇപ്പുറത്തെ റൂമിലുള്ള ആൾ അറിയുന്നില്ല. ഒരു ബാപ്പ ജോലി ചെയ്യാൻ പോകുന്നു, കടയിലാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെയാണ്, വീട്ടിൽ വന്നു വിശ്രമിക്കാൻ കുറച്ച് നേരം കിടന്നാൽ ആ വീട്ടിലുള്ളവർ എന്തുകൊണ്ട് ആ ഉപ്പയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല? അല്ലെങ്കിൽ ഉമ്മ സാധാരണ അങ്ങനെ കിടക്കാറില്ലല്ലോ, എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് അന്വേഷിക്കണ്ടേ? ഇവിടെ ഒരു അന്വേഷണക്കുറവ് വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. മരണം പോലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും വീട്ടിലുള്ള ആളുകൾ പോലും അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു ബന്ധവുമില്ല. കാരണം നമ്മൾ കൈകളിലുള്ളതും വെച്ച് മണിക്കൂറുകൾ നമ്മൾ കളിക്കുകയാണ്.
പക്ഷെ തൊട്ടടുത്ത് സുബൈ നമസ്കരിച്ച് കിടന്നുറങ്ങിയ ആള് ഒരു പരിധി കഴിഞ്ഞാൽ എണീറ്റോ ഇല്ലേ ഒന്ന് വിളിച്ചു നോക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. ഇതൊരു പൊതുവായ വിഷയം ഞാൻ സൂചിപ്പിച്ചതാണ്. ശരി, അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ മരണപ്പെടുന്ന ഒരു മരണം സംഭവിച്ച ഒരാളെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ ഒന്ന് ആർജവം കാണിക്കണം, അവിടെ ഒന്ന് നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ, ഇതൊന്ന് മരണം ഒന്ന് തീർച്ചപ്പെടുത്തിയാൽ പോരെ, ഒരു ഡോക്ടറെ കൊണ്ട് ഇത് തീർച്ചപ്പെടുത്തിയാൽ പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം ഇത് നടക്കേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിൽ ഒരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളതല്ല, ആള് രാവിലെ മരിച്ചു പോയിട്ടുണ്ടാകും. ഈ അടുത്ത് കണ്ണൂരിൽ ഭാര്യയും ഭർത്താവും കുറച്ച് പ്രശ്നത്തിലായി. ആയിക്കോട്ടെ, മകളും ഉമ്മയും ഒരു റൂമിൽ കിടന്നു. പരസ്പരം കുറച്ച് സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭർത്താവ് മാറിക്കിടന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപ്പയെക്കുറിച്ച് വീട്ടുകാരറിയുന്നത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഒരു ദിവസം മരിച്ചു കിടക്കുക. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണിത്. അപ്പം നമ്മൾ തെറ്റിയാലും ശരി ഇല്ലെങ്കിലും ശരി പരസ്പരം ഒരു ധാരണയോടുകൂടി, കാരണം ഖുർആൻ വളരെ കൃത്യമായി ഉറക്കം മരണമാണ് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളതൊരു തമാശയായി കാണേണ്ട ഒരു സംഗതിയല്ല. ഉറക്കം മരണമാണ്. അത് പകലിലായാലും ശരി രാത്രിയായാലും ശരി എപ്പോഴും ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ വീട്ടുകാരോടൊന്ന് പറയാം, ഞാൻ വിശ്രമിക്കട്ടെ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നൊന്ന് വിളിക്കണേ, ഇത് പറഞ്ഞൂടെ നമുക്ക് പറഞ്ഞൂടെ വീട്ടിൽ നിന്ന്? എന്നാൽ ഒന്ന് തൊട്ടു നോക്കുമല്ലോ. ഇതുപോലും സംഭവിക്കാതെ നമ്മളിങ്ങനെ അകന്നു പോവുകയാണ്, മനസ്സകലുകയാണ്. ഇവിടെ ഒന്ന് ജാഗ്രത നമ്മൾ പാലിക്കണം. വലിയ വലിയ സങ്കീർണതകളൊക്കെ ഒഴിവാക്കാനും ഇത് മുഖേന സാധിക്കും. മറ്റൊന്ന്, മരണം എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ, സഹിക്കാൻ കഴിയാത്ത പല മരണങ്ങളും. ഇപ്പോൾ റൈഹാൻ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു 15 വയസ്സ് പ്രായമായ ഒരു കുട്ടി മരിച്ചു നമ്മുടെ ദേശത്ത്, അല്ലേ? കാരണങ്ങൾ പലതുമാകാം. കാരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട. അധ്യാപകരുടെ കുറ്റമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റമാണ്, അല്ലെങ്കിൽ വീട്ടുകാരൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും അതിൻ്റെ കാരണമല്ല. നമ്മൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് ചില രീതികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കറേജ്, ഒരു ധൈര്യം, അങ്ങനെയുള്ളൊരവസ്ഥയൊന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിസ്സാര വിഷയം വരുമ്പോഴേക്കും മരണത്തിലേക്ക് അങ്ങ് വഴിമാറിപ്പോകുന്ന സാഹചര്യം വരുന്നത് എന്താ? ഒന്നും സഹിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇത്തിരി ധൈര്യം കൊടുക്കുകയും, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്, നമ്മൾ ബന്ധമില്ല എന്നതാണ് ഇതിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു കാരണം. അതായത് മക്കളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അതുകൊണ്ട് മക്കൾ പറയുന്നു, ബാപ്പ എന്നെ സ്നേഹിക്കുന്നില്ല, ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല. സ്നേഹിച്ചാൽ പറയും സ്നേഹം കൂടിപ്പോയി. ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ സംവിധാനിക്കുന്നിടത്ത്, അവരെ വളർത്തുന്നിടത്ത്, അവർക്ക് ധൈര്യം കൊടുത്ത്, അവരെ നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ നിലക്കും കൂടെ കൂട്ടി സ്നേഹം നൽകി സന്തോഷം നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു അധ്യാപകൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഞാൻ ആരുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കല്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? സ്കൂളുകളിൽ നിന്ന് പഠിച്ചിരുന്നത്? നല്ല അടി കിട്ടിയിട്ടും അതല്ല നല്ല ചീത്ത കിട്ടിയിട്ടൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ഒന്നും പറയാൻ പറ്റിയല്ല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അതാകുന്നു ഒരു കാരണം എന്നതിലേക്ക് നമ്മൾ എത്തുന്നതിന് പകരം ആവാം, അല്ലാതിരിക്കാം, എന്തോ ആകട്ടെ, നമ്മളൊന്ന് ഉഷാറാകണം. നമ്മുടെ കുടുംബം ഏറ്റവും നല്ല ഒരൈക്യത്തിലും സന്തോഷത്തിലും വരണമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണർന്ന് കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് സന്തോഷം നൽകി അങ്ങനെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് മഹല്ല് അടിസ്ഥാനത്തിൽ ഈ രംഗത്ത് നമ്മളൊന്ന് ശാക്തീകരണം നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ കൃത്യമായി പറയുന്നത്. എല്ലാവരും ഒന്നിച്ചൊന്നായി ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇന്ന് എൻ്റേതാണെങ്കിൽ നാളെ മറ്റൊരാളുടേതാണ്. ആർക്കാണ് എങ്ങനെയാണ് സംഭവിക്കാമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്, എല്ലാ റൂമും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒന്ന് നോക്കാനും കാണാനും
എല്ലാവരുമായി സംവദിക്കാനൊക്കെ കഴിയണം. നമ്മുടെ മക്കൾ എന്തെടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം തന്നെയെങ്കിലും നടത്തണം. ഇതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ പ്രയാസപ്പെടുത്തുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അപകടകരമായ മരണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്, വേദനകൾ കടിച്ചമർത്തി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ച ആളുകളുണ്ട്. ഇന്നൊരു ഓപ്പറേഷൻ വിധേയമായി ബേബിയോ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വല്ലാതെ വേദന അനുഭവിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാതെ പള്ളിയിൽ വന്നവർ പോലും വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അള്ളാഹു എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകി ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി അവൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടുള്ള മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.